റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ലണ്ടനിൽ ഗ്യാങ്ങുകൾ വഴി പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന സംഭവങ്ങൾ ആശങ്കാജനകമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. BBC നടത്തിയ അന്വേഷണത്തിൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറം ലോകം അറിയുകയാണ്. 14 മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളെ മയക്കുമരുന്ന്, മദ്യം, സമ്മാനങ്ങൾ എന്നിവ നൽകി കെണിയിൽ വീഴ്ത്തുകയാണ്. തങ്ങളെ വശീകരിച്ച് ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് നിരവധി ഇരകളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. മയക്കുമരുന്ന് നൽകിയാണ് ചിലരെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നത്. എന്നാൽ ചിലരെ ഡ്രഗ് വ്യാപാരം, ആയുധ ഇടപാട്, മൊബൈൽ ഫോൺ മോഷണം എന്നീ അസാന്മാർഗിക പ്രവർത്തനങ്ങൾക്കായി കെണിയിൽ വീഴ്ത്തിച്ചതായും അന്വേഷണത്തിൽ പുറത്തുവരുന്നു. ഗ്യാങ് ലോകത്തെത്തിപ്പെട്ടാൽ പെൺകുട്ടികൾ ഏറ്റവും താഴത്തെ നിലയിൽ നിന്നും അവർക്ക് നോ പറയാൻ കഴിയില്ല എന്നും മെട്രോപൊളിറ്റൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോൺ നോക്സ് വ്യക്തമാക്കി. മെഡിക്കൽ അശ്രദ്ധ മൂലം പരിക്കേറ്റ കുട്ടികൾക്ക് ജീവിതകാലത്തെ മുഴുവൻ വരുമാന നഷ്ടത്തിനും നഷ്ടപരിഹാരം ആവശ്യപ്പെടാമെന്ന് സുപ്രീം കോർട്ട് ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം വിധിച്ചു. ഇതുവരെ കുട്ടികൾക്ക് പ്രതീക്ഷിക്കപ്പെട്ട ആയുസ് പരിധി വരെ മാത്രമാണ് നഷ്ടപരിഹാരം അനുവദിച്ചിരുന്നത്. എന്നാൽ 2015 ഷെഫീൽഡ് ടീച്ചിംഗ് ഹോസ്പിറ്റൽസ് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ ജനന സമയത്ത് ഓക്സിജൻ കുറവിനെ തുടർന്ന് ഗുരുതരമായ മസ്തിഷ്കക്ഷതം സംഭവിച്ച പെൺകുട്ടിയുടെ കേസിൽ പരിക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ അവൾക്ക് ലഭിക്കുമായിരുന്ന പൂർണ്ണ ജോലി ജീവിതവും പെൻഷനും ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വ്യക്തമാക്കി. കുട്ടിയുടെ ചികിത്സയിൽ വീഴ്ച സംഭവിച്ചതായി ട്രസ്റ്റ് സമ്മതിച്ചിരുന്നു. ഗുരുതര സെറിബ്രൽ പാൾസി, കാഴ്ചക്കുറവ്, എപ്പിലെപ്സി എന്നിവയുള്ള കുട്ടിക്ക് 24 മണിക്കൂറും പരിചരണം ആവശ്യമാണ്. 2023 ഹൈക്കോടതി 68.6 ലക്ഷം പൗണ്ട് ലംസം തുകയും വർഷം തോറും 3.94 ലക്ഷം പൗണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ പുതിയ വിധിയോടെ 68 വയസ്സ് വരെ പൂർണ്ണ ജോലി ജീവിതത്തിലെ വരുമാന നഷ്ടവും പെൻഷനും പരിഗണിക്കേണ്ടതാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നോർത്താംപ്ടൺ ബ്രിയാർ ഹിൽ മേഖലയിലെ റിഗ്വേ സ്കേറ്റ് പാർക്കിൽ ഉണ്ടായ കത്തിക്കുത്ത് സംഭവത്തിൽ 20 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ ഒരു കൗമാരക്കാരൻ ജീവൻ പണയം വെച്ച് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. ബുധനാഴ്ച വൈകുന്നേരം സംഘർഷത്തിനിടെ രണ്ടുപേർക്ക് കുത്തേറ്റതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അടിയന്തര സേവനങ്ങൾ സ്ഥലത്തെത്തിയെങ്കിലും യുവാവിനെ രക്ഷിക്കാനായില്ലെന്നും പോലീസ് അറിയിച്ചു. ഇത് നാട്ടിലെ വാർത്തകൾ. ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക നൈപുണ്യമുള്ളവരുടെ കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ AI ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി യന്ത്രങ്ങളെ ബുദ്ധിയുള്ളവരാക്കിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതിലുപരിയായി അത് മനുഷ്യന്റെ കഴിവുകളെ പല മടങ്ങ് വർദ്ധിപ്പിച്ചു. AIയുടെ വേഗം അത്ഭുതപൂർവ്വവും വ്യാപ്തി അപ്രതീക്ഷിതവുമാണെന്ന്. മുൻപ് സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ദൃശ്യമാക്കുവാൻ പതിറ്റാണ്ടുകൾ എടുക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ മാറ്റം എന്നത്തെക്കാളും വേഗമേറിയതും ആഴമേറിയതും വിപുലവുമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുടിവെട്ടുന്നതിന് 20 രൂപ കൂടുതൽ വാങ്ങിച്ചെന്നാരോപിച്ച് സലൂണിൽ കയറി ജീവനക്കാരെ ആക്രമിച്ചയാളെ പോലീസ് പിടികൂടി. പനമ്പള്ളി നഗർ കരുത്തല മണികണ്ഠൻ തുരുത്ത് വീട്ടിൽ സുബേഷിനെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കും. മുടിവെട്ടുന്നതിന് തുക കൂടുതലാണെന്നാരോപിച്ച് ചുറ്റികയുമായി എത്തി പ്രതി ആക്രമണം നടത്തുകയായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. എറണാകുളം സൗത്ത് പാലത്തിനടിയിൽ പ്രവർത്തിക്കുന്ന സലൂണിലെ ഇതര സംസ്ഥാനക്കാരായ ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത്. പായം പഞ്ചായത്തിലെ കൊണ്ടംപ്രയിൽ കാക്കകൾ ചത്ത നിലയിൽ കണ്ടെത്തി. ഇതോടെ പ്രദേശവാസികൾ പക്ഷിപ്പനി ആശങ്കയിലായി. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ 2 കാക്കയുടെ ജഡം കണ്ടെത്തിയത്. രോഗം സ്ഥിരീകരിച്ചില്ലെങ്കിലും മേഖലയിൽ പക്ഷിപ്പനി മുൻകരുതലുകൾ എടുക്കുവാൻ അധികൃതർ നിർദ്ദേശം നൽകി. 2 മാസം മുമ്പ് എടക്കാനത്ത് കാക്കകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. ബംഗളൂരുവിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ പക്ഷിപ്പനിയാണെന്നും സ്ഥിരീകരിച്ചിരുന്നു. ഇനി കായിക വാർത്തകൾ. 2020 ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച് സൂപ്പർ 8 പ്രവേശനം ആഘോഷമാക്കി ടീം ഇന്ത്യ. നെതർലൻഡ്സിനെതിരെ 17 റൺസ് വിജയമാണ് ഇന്ത്യ നേടിയത്. ഇന്ത്യ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നെതർലൻഡ്സ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടം 176 റൺസ് എടുക്കാൻ മാത്രമാണ് സാധിച്ചത്. അർദ്ധ സെഞ്ചുറിയും 2 വിക്കറ്റുകളും സ്വന്തമാക്കിയ ശിവം ദുബെയാണ് കളിയിലെ താരം. ഇതോടെ A ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് 8 പോയിന്റായി. സൂപ്പർ 8 റൗണ്ടിൽ കരുത്തരായ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ ആദ്യ എതിരാളികൾ. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 122.91 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ്. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.